നമുക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ഗായികയാണ്. പുതുപുത്തൻ ആശയങ്ങളെല്ലാം സംഗീത ലോകത്തിലേക്ക് സംഭാവന ചെയ്യാനായി ആഗ്രഹിക്കുന്ന, അത് ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്ക് പ്രിയങ്കരിയായിട്ടുള്ള സിതാര കൃഷ്ണകുമാർ. സിത്തു, വെൽക്കം ടു സൺഡേ ഫൺഡേ. താങ്ക് യു സോ മച്ച്. എവിടുന്നോ യാത്ര കഴിഞ്ഞിട്ട് വരണ വരവാണ്. നല്ല ക്ഷീണുണ്ട്, കണ്ണിൽ ക്ഷീണം. പക്ഷെ പാട്ടിൽ ആ ക്ഷീണമൊന്നും ബാധിക്കണേ ഇല്ല. നല്ല ഉഷാറായിട്ട് അടിപൊളിയായിട്ട് ഓരോ പ്രൊജക്റ്റിൽ നിന്ന് അടുത്ത പ്രൊജക്റ്റിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഒരു ഇത്തിരി കൗതുകത്തോടു കൂടിയുള്ള ചോദ്യമാണ്, ഡാൻസ് ഇനി ചെയ്യാൻ തുടങ്ങുമോ? ഡാൻസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ ശ്രീ ഗുരുഭ്യോ നമഃ അത് വീഡിയോ ആയതുകൊണ്ട് തന്നെ കുറച്ച് സൗകര്യങ്ങൾ ഉണ്ടല്ലോ. പക്ഷെ എനിക്ക് പണ്ട് ഡാൻസ് ചെയ്തിരുന്ന മാതിരി ചെയ്യണമെങ്കിൽ നിറയെ പ്രാക്ടീസ് ആവശ്യമുണ്ട്. അറിയാലോ, എനിക്കറിയാം എന്താണ് എങ്ങനെയാണ് അതൊക്കെ. സ്പേസ് വേണം, സമയം വേണം. അപ്പൊ അത്രയൊക്കെ സമയവും സ്ഥലവും ഒക്കെ അതിനു വേണ്ടി ചെലവഴിക്കാൻ പറ്റിയാൽ ഇനിയും ചെയ്യണം എന്നുണ്ട്. മുട്ടുവേനൊക്കെ വരുന്നതിന് മുമ്പ് കിരണ പൂരിത വദനം ഗണേശം സഹസ്ര കോടി കിരണ പൂരിത വദനം ഗണേശം കുംഭേന്ദ്രം ശരവണ. വിനോദിനി ടീച്ചറിന്റെ സ്റ്റുഡന്റ് ആണ് അല്ലെ, കോഴിക്കോട് യൂത്ത് ഫെസ്റ്റിവലുകളിൽ തിളങ്ങി നിന്ന് കലാതിലകൊക്കെ ആയിട്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ജനാർദ്ദന മാസ്റ്റർ സ്റ്റുഡന്റ് ആയിരുന്ന സമയത്ത് മഞ്ജു ഒക്കെ കുറെ ഇങ്ങനെ പേര് പറഞ്ഞു അങ്ങനെയുള്ള അറിവാണ്. പിന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തില് ഈ പാടാൻ തുടങ്ങി എന്ന് പറഞ്ഞപ്പോ ഞാൻ തന്നെ ഇങ്ങനെ അപ്പൊ ഡാൻസ് ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും സ്പേസ് കിട്ടട്ടെ, അതെ വരണേന് മുമ്പ് തന്നെ ചെയ്യാൻ പറ്റട്ടെ. അതിനിടയ്ക്ക് മ്യൂസിക് കമ്പോസിഷനും ചെയ്തു സിനിമയ്ക്ക് വേണ്ടി. അത് ഉടലാഴം എന്ന് പറഞ്ഞൊരു സിനിമയും പിന്നെ കഥ പറഞ്ഞ കഥ ഒരെണ്ണം ഞാൻ ഒറ്റയ്ക്ക് ചെയ്തു, മറ്റത് മിഥുൻ ജയരാജ് എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ടും ഞാനും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്തു. ഓക്കെ, അത് ഇനി കണ്ടിന്യൂ ചെയ്യാൻ ഉണ്ടോ? എന്താണ് ഒരു ഡിഫറൻസ് തോന്നിയിട്ടുള്ളത്? സിനിമയുടെ കോമ്പോസിഷൻസ്, സിനിമയ്ക്ക് വേണ്ടി പാട്ടുണ്ടാക്കുന്ന പറഞ്ഞാൽ ഒരു മീഡിയത്തിന് കോംപ്ലിമെന്റ് ചെയ്യണതായിരിക്കണം പൂർണ്ണമായിട്ട് നമ്മുടെ വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ സിനിമ എന്ന് പറഞ്ഞാൽ പല ആളുകളുടെയും കൂടി ആലോചനയാണ്. അപ്പൊ അതിന് എത്രമാത്രം നമുക്ക് താങ്ങി നിർത്താൻ പറ്റും. അതൊരു സിനിമയുടെ പാട്ടുകൾ അങ്ങനെയാണുള്ളത്. അപ്പൊ അങ്ങനെ നിർത്താൻ പറ്റുന്ന രീതിയിലുള്ള വർക്കുകൾ എത്ര ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന് അറിഞ്ഞുകൂടാ. അത് പൂർണ്ണമായിട്ടും കൺവിൻസ് ചെയ്ത സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഇതുവരെ വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പം ഇനിയും എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ട് അവർക്കും നമുക്കും കൂടി വർക്ക് ചെയ്യാവുന്ന സ്പേസ് വരുമ്പോൾ ചിലപ്പോൾ ചെയ്തേക്കും. വേറൊരു പ്രൊജക്റ്റ് ആണ് പ്രൊജക്ട് മലബാരിക്കസ്, അതിനെ പറ്റി. അവിടെയാണ് ഈ കോമ്പോസിഷൻസ് എന്ന് പറയുന്ന ഒക്കെ ഈ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്യണം എന്നുള്ള കുറേ നാളത്തെ ആഗ്രഹങ്ങളൊക്കെ കൂടി കമ്പൈൽ ചെയ്ത് ഒരുമിച്ച് കൊണ്ടുവന്ന ഒരു ഐഡിയ ആണ് പ്രോജക്ട് മലബാരിക്കസ്. ഞാനും ഇതിനും ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ വേറെ ഫ്രണ്ട്സിന്റെ വരികൾ ഉള്ളതായിരിക്കാം. അങ്ങനെ കമ്പോസ് ചെയ്ത് വെച്ച പാട്ടുകളൊക്കെ എൻ്റെ ബാൻഡില് മെമ്പേഴ്സ് എന്ന് പറഞ്ഞൊരു 6 പേരുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഇരുന്നിട്ട് അതിനെ ഡിസൈൻ ചെയ്ത് പാട്ടുകളാക്കി അത് ഓൺലൈൻ വഴി ഇപ്പോൾ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ടുകളുണ്ട്. ഋതു പോലെയുള്ള പാട്ടുകൾ, പൂമാതേ പൊന്നമ്മയുടെ റിവൈസ്ഡ് വേർഷൻ ഉണ്ട്. പിന്നെ സൂരജ് കുറുപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ, അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി 2 പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറെ പാട്ടുകൾ ആളുകൾ ഇപ്പൊ കേട്ടോ. ചെയ്തു വെച്ചാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് പാടുമോ? ഒറ്റയ്ക്ക് ചെയ്ത പാട്ടോ? ഉടലാഴത്തിലൊരു പാട്ട് എനിക്ക് ഇഷ്ടമാണ്. ഞങ്ങൾ ഒരുമിച്ച് ചെയ്തതാണ്. ഇതിനും ഞാൻ അതെപ്പോഴും പറഞ്ഞോണ്ടിരിക്കുന്നത്. മേട സൂര്യന്റെ നെഞ്ചിലെ മഞ്ഞാണു നീ, ഞാൻ പാടും പാട്ടിലെ ഇങ്ങനെ മ്യൂസിക് കമ്പോസ് ചെയ്യണ സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ പലതും ബാലൻസ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ തോന്നും. അപ്പോൾ പ്രൊജക്ട് മലബാരിക്കസ് പോലെ ഒരു പ്രൊജക്റ്റ് ആണെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഫ്രീഡം അവിടെ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫ്രീഡം ഉപയോഗിച്ചുകൊണ്ട് ഇനി എന്താണ് സിത്തുവിന്റെ മനസ്സിലുള്ള ഒരു വലിയ ഒരു എയിം എന്താണ് മ്യൂസിക്കിന് വേണ്ടി? വലുതെന്നില്ല, എനിക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളത് ആഗ്രഹം. ഇപ്പൊ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇന്നതില്ല. ഇപ്പൊ ഞാൻ സൈമൾട്ടേനിയസ് ആയിട്ട് തന്നെ പല പാട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ എനിക്കൊരു 4 ലൈൻസ് മാത്രമേ ചിലപ്പോൾ കിട്ടുള്ളൂ. അപ്പോഴും ഞാനത് മനസ്സിൽ വെക്കും. ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്തേക്ക് കിടക്കാന്ന് പറഞ്ഞാൽ എനിക്കെന്തോ
പറ്റാറില്ല അങ്ങനെ. അപ്പം പല 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 ആശയങ്ങൾ ഉള്ളത് അതിലിപ്പോൾ ഏതൊക്കെയാണ് അതിപ്പോൾ വിഷ്വൽസ് ആയിട്ടൊക്കെ പുറത്ത് കൊണ്ടുവരിക എന്നുള്ളതൊക്കെ പിന്നീട് ആലോചിക്കുന്ന കാര്യമാണ്. കാരണം ഇതൊക്കെ നമ്മൾ തന്നെയാണല്ലോ സ്വതന്ത്രമായിട്ടുള്ള സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ എല്ലാത്തിനും ഇൻപുട്ട് ചെയ്യണം, എല്ലാ അർത്ഥത്തിലും, ഈവൻ ഫിനാൻസ് വൈസ് ആണെങ്കിലും എല്ലാ അർത്ഥത്തിലും. അപ്പൊ അതുകൊണ്ട് അതിനുള്ള സമയം എടുക്കും ഓരോന്ന്. ഇപ്പൊ ഞാൻ വേറെ തൊടി എന്ന് പറഞ്ഞിട്ടൊരു വേറൊരു ഐഡിയ ചെയ്യുന്നുണ്ട്. തൊടി പറഞ്ഞാല് കൊച്ചു കൊച്ചു കുഞ്ഞു പാട്ടുകൾ, സോങ്ലെറ്റ്സ് എന്നാണ് ഞങ്ങൾ അതിന് പേരിട്ടിരിക്കുന്നത്. അപ്പം ഇപ്പൊ നമ്മള് ഈ ഹൈക്കൂസിനെ പറ്റി പറയില്ലേ നമ്മള്, അപ്പൊ ഒരു വലിയ പാട്ടിന്റെ പല്ലവി അനുപല്ലവി ചരണം ആ ഒരു മാഗ്നിറ്റ്യൂഡ് ഒന്നും ഇല്ലാത്ത കുറേ തോട്ട്സ് ഉണ്ടാവും നമുക്ക്, ചെറിയ ചെറിയ നമ്മൾ കുറിപ്പുകളായിരിക്കും, പാട്ടുകൾ തന്നെ ചെറിയ ഈണങ്ങളായിരിക്കും. അതൊക്കെ എവിടെയും ശേഖരിക്കപ്പെടാതെ പോകും. എൻ്റെ മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ. അതൊക്കെ ഒന്ന് ഒരുമിച്ച് വെക്കാനുള്ള തൊടി, നാട്ടുപൂക്കളൊക്കെ ഉണ്ടാവണമാതിരി കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ. ആദ്യത്തെ പാട്ട് എല്ലാവർക്കും എൻ്റെ ഫ്രണ്ടിൻ്റെയാണ്, കബീർ ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ട് ഗസലുകളൊക്കെ എഴുതുന്ന ഒരു സുഹൃത്താണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഗീതം ആണ് ആദ്യം പാടിയത്. കുറയുന്നില്ല നോവെന്നിൽ, നിറയുന്നു മനം പ്രേമത്താൽ, വിടരുന്നില്ല പൂവിവിടെ, വിടരുന്നില്ല. ഇനിയിപ്പോ രാജലക്ഷ്മി ചേച്ചിയാണ് അടുത്ത പാട്ട് പാടുന്നത്, സൈനോര പാടുന്നുണ്ട്. അപ്പൊ പല സിംഗേഴ്സും പല മ്യൂസിഷ്യൻസും ഈ പ്രൊജക്റ്റുമായിട്ട് യോജിച്ച് ഞാൻ കമ്പോസ് ചെയ്ത പാട്ടുകളായിരിക്കും, അല്ലെങ്കിൽ അവരാരെങ്കിലും ചെയ്ത പാട്ടുകൾ ഞാൻ പാടുമായിരിക്കും. ഓ അങ്ങനെ, ഓ അടിപൊളി.